ഹായ് ഹലോ. കുറേ നാളേക്ക് ശേഷം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ ടൈപ്പ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് മാത്രം വന്നേനെ. ഞാൻ പറയട്ടെ, നമ്മൾ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും കാണുന്ന ഒരു പേരാണ് രേണുസുതി. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അവരെ ഇങ്ങനെ പുറകെ നടന്ന് അവരെ ഇങ്ങനെ ബുള്ളിങ് ചെയ്യുക. എന്ത് കാര്യത്തിനാണെന്നായിട്ട് എനിക്കറിയത്തില്ല. അതിന് മാത്രമുള്ള തെറ്റ് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചെയ്തിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിച്ചോട്ടെ. ഇവിടെ ആരെല്ലാം എന്തെല്ലാം കാണിച്ച് ജീവിക്കുന്നു, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അവർ ചെയ്യുമ്പോൾ, അതായത് ഈ ചിലർ പറയൂലേ, നമ്മൾ ഈ തൊട്ടാവാടിയെ തൊടണ എന്താ, അത് വാടണോണ്ടാണ് നമ്മളതിനെ പിന്നെയും തൊടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ സ്ത്രീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇത്രയും ആൾക്കാർ അവരെക്കുറിച്ച് ഫുൾ നെഗറ്റീവ് പറഞ്ഞിട്ടും ഇന്നും അവർ ബോൾഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ ഹാർട്സ് ഓഫ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊന്നും അവർക്ക് നോവണില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഉറപ്പായിട്ട് അത് നോവണുണ്ട്. എന്ത് കിട്ടാനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അവരെ പറയണമെന്ന് ഇട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മെയിനായിട്ടൊരു റീസണേ ഉള്ളൂ. ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ ഉണ്ട്. ആ പ്രൊമോയിൽ ഓരോരുത്തർക്ക് ഓരോ ഇരട്ട പേരിടുന്നതാണ് കണ്ടത്. അതിൻ്റെ എപ്പിസോഡ് ഇന്നലെ വൈകിട്ടേ വരുള്ളൂ. അതിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഞാൻ ആ ഒരു പ്രൊമോ വെച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോഴേക്കും അതിൽ അവരാണെങ്കിൽ പറയുവാണ്, ഓരോരുത്തർക്ക് ഓരോ പേര് പറയുന്നുണ്ട്. അവരെ പറയുകയാണ് സെപ്റ്റി ടാങ്ക് എന്നൊരു അക്ബറോ എന്തോ ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവണില്ല, ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റും, അവരെ എത്രമാത്രം മാനസികമായിട്ട് വേദനിപ്പിക്കാൻ പറ്റും, അവരെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ലെവലിലാണ് ആ ഒരു പേര് അവരുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാലം അവരെ പലതും അവർ തന്നെ പറയണുണ്ട്, ഓന്തെന്നും പല്ലിയെന്നും ഒച്ചെന്നും എന്തൊക്കെയോ അവരെ പറയണുണ്ടെന്ന്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയണ എല്ലാവരും സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളാണോ? ഐശ്വര്യ റായിയുടെ കുഞ്ഞമ്മേരെ മക്കളും പിന്നെ ബാക്കിയുള്ള എല്ലാം തികഞ്ഞവരാണ്? ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാം തികഞ്ഞവരാണോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ പറയുന്ന ആൾ തന്നെ എനിക്ക് കണ്ടിട്ട് അയാൾ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിട്ടോ എല്ലാം തികഞ്ഞ ഒരാളായിട്ടോ തോന്നിയില്ല. ദൈവം അയാൾക്ക് പാടാനുള്ള ഒരു കഴിവ് കൊടുത്തെങ്കിൽ അതിൻ്റെ കൂടുതൽ അയാൾക്ക് അഹങ്കാരം നിറച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അയാളൊരു ആ ഒരു അഭിസംബന്ധം ആ ഒരു സ്ത്രീയെ അയാൾ മെൻഷൻ ചെയ്ത ഇതോടുകൂടി എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അവരായതുകൊണ്ട് അവരതിൽ ഇനി റിയാക്ട് ചെയ്തോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. അവരായതുകൊണ്ട് മാത്രം ആണ് ഒന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാതെ പോയത്. ബാക്കി ഏതൊരു സ്ത്രീ ആയിരുന്ന